ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Mycookingstoriez. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇവിടുത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങളും കൂടാതെ ബ്രിസ്ബെയിൻ സിറ്റിയിലെ അടിപൊളി കാഴ്ചകളും ഇൻക്ലൂഡ് ചെയ്ത ചെറിയൊരു വ്ളോഗാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാങ്കറു പോയിന്റിൽ നിന്നാണ്. ഇവിടെ നിന്നിട്ട് ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ സിറ്റി. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ സിറ്റിയിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലുക്കൗട്ട് പോയിൻ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ റിവർ. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മുടെ ഒരു മെയിൻ സിറ്റി വരുന്നത്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കാറ് അവിടെ കാങ്കറു പോയിന്റിൽ പാർക്ക് ചെയ്തിട്ട് ഒരു ക്യാബ് വിളിച്ചിട്ടാണ് ഇന്നിപ്പോൾ സിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ സിറ്റി. അപ്പോൾ സാധാരണ ഇവിടെ എല്ലാ വർഷവും ന്യൂ ഇയറിൽ ഭയങ്കര സെലിബ്രേഷനാണ്, ഭയങ്കര റഷും കാര്യങ്ങളും അതുപോലെ ഫയർ ക്രാക്കേഴ്സും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണാമല്ലോ, ആരും തന്നെ റോഡിലില്ല, തീരെ റഷോ ആൾക്കാരോ ഒന്നുമില്ല. കാരണം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു ടൈമാണ്. നമ്മളിപ്പം ഈ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഈവനിങ് ഒരു 5:36 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സിറ്റിയിലേക്ക് കടക്കുകയാണ്. റോഡ്സും ഒക്കെ കാലിയാണ്, അതുപോലെ ഷോപ്സൊക്കെ പക്ഷേ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ റെൻറ്റഡ് സൈക്കിൾസ് നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാം. ഇത് നമ്മൾ മൊബൈൽ ആപ്പ് വഴിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം ഈ സിറ്റിയിലെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ടൈമും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്കിൾ യൂസ് തന്നെയാണ് ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മലേഷ്യൻ ഫുഡാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ കാണാം. Sunrise is just for you, so come along and take my hand. അപ്പോൾ നമ്മൾ ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ റോട്ടി പ്ലേസ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:30 നമുക്ക് ടൈം കിട്ടിയത്. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നേരത്തെ ക്ലോസ് ചെയ്യും. അതൊരു 9 o'clock ആകുമ്പോഴത്തേനും എല്ലാ റെസ്റ്റോറൻറ്റ്സും എല്ലാ മോൾ ഷോപ്പൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഡിന്നർ കഴിക്കാൻ വിചാരിച്ചത്. ഇതൊരു മലേഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മലേഷ്യൻ ഫുഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്. ഇന്നത്തെ ഒരു ഈവനിങ്ങിൽ നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുന്നേ നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന ഒരു ഡിന്നർ വ്ളോഗുണ്ട്, അതിലും അതുപോലെ ഒരു സൺഡേ ഔട്ടിംഗ് വ്ളോഗിലും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും കൂടി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
ഇത് സ്ക്വിഡാണ്, നമുക്ക് നോക്കാം. അല്ല നല്ല സ്ക്വിഡിന് നല്ലൊരു ഫ്ലേവറും ഉണ്ട്, നല്ല ക്രിസ്പിയാണ് ഡിഷ്. എന്താ ഡിഷ്? ഇത് സോൾട്ടി ഫിഷ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കുറച്ച് സോൾട്ടി ടേസ്റ്റ് വരും. പിന്നെ ഫിഷ് ക്യൂബ്സ് ആണ്, ഫിഷ് ക്യൂബ്സും ചിക്കൻ ക്യൂബ്സും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ലൊരു മലേഷ്യൻ ഡിഷാണ് ഇത്, പ്യുവർ മലേഷ്യൻ ഡിഷാണ്, ഇവിടുത്തെ സ്പെഷ്യലാണ് ഇത്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ പേര് സാമ്പൽ ചിക്കൻ എന്നാണ്. ടേസ്റ്റ് നോക്കാം. ഇത് സ്വീറ്റാണ് ഇത് ആക്ച്വലി. സ്വീറ്റ്, ഈ നോൺ വെജിൽ സ്വീറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടം. നമ്മുടെ ഹണി ചിക്കൻ ഒക്കെ അല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അല്ല. നമ്മൾ ഓർഡർ ചെയ്തത് നാസി ലമക്ക് എന്ന് പറഞ്ഞ ഡിഷാണ് ഓർഡർ ചെയ്തത്. ബേസിക്കലി ഒരു സ്പൈസി ആയിട്ടുള്ള റൈസാണ്. ഈ നാസി ലമക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സീ ഫുഡ്, ചിക്കൻ ആൻഡ് എഗ്. അപ്പോൾ ഇതിനകത്ത് സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെമ്മീനും പിന്നെ സ്കാലപ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ നമ്മൾ നോർമലി ഓംലെറ്റ് പോലത്തെ ഫ്രൈഡ് എഗ്ഗും പിന്നെ ചിക്കനും. ഇതാണ് ഈ ഡിഷിനകത്തുള്ളത്. ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് റൊട്ടിയാണ്. റൊട്ടി നമുക്ക് നോർമൽ റൊട്ടിയും കിട്ടും, പിന്നെ സ്വീറ്റ് ടൈപ്പ് റൊട്ടിയും കിട്ടും. നമ്മൾ രണ്ടും ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു കോക്കനട്ട് ജാം ഫില്ല് ചെയ്തൊരു റൊട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും റൊട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണിത്. നമ്മുടെ നാട്ടിൽ പൊറോട്ട ഒക്കെ അടിക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഇവർ റൊട്ടി ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്കത് കാണാം. Been a long time without you. Been a long time without love. Everything reminds me of you. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കിങ് ജോർജ് സ്ക്വയറിലേക്കാണ്. ഇവിടെയാണ് ബ്രിസ്ബെയിനിലെ ടോളസ്റ്റ് ക്രിസ്മസ് ട്രീയും അതുപോലെ ബ്രിസ്ബെയിൻ ടൗൺ ഹാളും ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ശരിക്കും ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സൊക്കെ ഈ ടൈമിലും ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് ആ ഒരു ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രിസ്ബെയിനിലെ ടോളസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രിസ്ബെയിൻ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൗൺ ഹാളിന് ഒരു ഇറ്റാലിയൻ സ്റ്റൈലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താ നടക്കുന്നത് വെച്ചാൽ റോയൽ ആയിട്ടുള്ള റിസപ്ഷൻസും അതുപോലെ കോൺസേർട്ട്സും പിന്നെ ഫ്ലവർ ഷോ, സ്കൂൾ ഗ്രാജുവേഷൻ, അതുപോലെ വലിയ വലിയ പൊളിറ്റിക്കൽ മീറ്റിംഗ്സൊക്കെ നടക്കുന്നതാണ് ഈ ഒരു ടൗൺ ഹാൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പോകുന്നത് സൗത്ത് ബാങ്കിലേക്കാണ്. അതായത് ഈ കാണുന്ന ബ്രിസ്ബെയിൻ റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സൗത്ത് ബാങ്ക് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു വീൽ ഓഫ് ബ്രിസ്ബെയിൻ ആണ്. അതുപോലെ ഇവിടെ വേറെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉണ്ട്. മെയിനായിട്ട് ഉള്ളത് ഒരു സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ് ഉണ്ട്, പിന്നെ ബ്രിസ്ബെയിൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്, അതുപോലെ ഒരു ക്വീൻസ്ലാൻഡ് മാരിടൈം മ്യൂസിയം, പിന്നെ ക്വീൻസ്ലാൻഡ് കൾച്ചറൽ സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ക്വീൻസ്ലാൻഡ് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി, അതും ഈ ഒരു സൗത്ത് ബാങ്കിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെറി അവൈലബിൾ ആണ്, അതുപോലെ ബസ്സും ട്രെയിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെലിബ്രേഷൻസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ക്യാൻസൽഡ് ആണ്. ഫയർ വർക്ക്സും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്തായാലും നല്ലൊരു ന്യൂ ഇയർ ഈവ് ആയിരുന്നു. ബ്രിസ്ബെയിൻ സിറ്റിയൊക്കെ നന്നായിട്ട് കറങ്ങാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ 2021 എന്ന് വിഷ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ കമൻസും ഫീഡ്ബാക്കായിട്ട് പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്